നമസ്കാരം രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്കായാലും അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കായാലും പിന്നെ മസിൽ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ആയാലും ഈ ഒരു സാലഡ് ബെസ്റ്റാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ട് അത് മുളപ്പിച്ച് വെച്ചതാണ്. പിന്നെ നമുക്ക് ചിക്കൻ വേണം. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ബോൺലെസ് ചിക്കന്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുക്കുംബറാണ്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഓണിയൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തിട്ട് ആവശ്യം നോക്കിയിട്ട് ഇട്ടാൽ മതി. ഈ പറയുന്ന ബാക്കി വെജിറ്റബിൾസ് എന്തായാലും ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിനി ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ കുക്കറിൽ വെച്ച് ഒരു വിസിലാണ് അടിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒറ്റ വിസിൽ വന്നാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇതും സ്പ്രൗട്ടും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ടാണ് നമ്മളൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ സ്പ്രൗട്ടും ഒക്കെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും സവാള ഞാൻ ഒന്നേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്യാം. ഞാനിപ്പം ചെറിയ ക്യൂബ്സ് പോലെ അങ്ങനെയാണ് ചിക്കനൊക്കെ കട്ട് ചെയ്ത് അതേപോലെയാണ് കട്ട് ചെയ്യുന്നത്. സവാളയായാലും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്കൊരു നമ്മളെ ഇഷ്ടത്തിന്. ഞാനെല്ലാം എന്തായാലും ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ മിക്സിംഗ് പരിപാടിയാണ്. അപ്പോൾ ഒരു വലിയ ബൗൾ തന്നെ എടുത്തു മിക്സ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്ത് വെച്ച സ്പ്രൗട്ട് ഉണ്ടല്ലോ ചെറുപയറിൻ്റെ, അപ്പോൾ ആ ചെറുപയർ മുളപ്പിച്ച് ഇട്ടു. അതുപോലെ തന്നെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്, കുരുമുളക് ഉപ്പും ഇട്ട് അത് ജസ്റ്റ് കൈ വെച്ചൊന്ന് പിച്ചി കൊടുക്കുക. അതുപോലെ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബറും ക്യാരറ്റും അതുപോലെ തന്നെ ഓണിയനും എത്രയാണ് നമുക്ക് ആവശ്യം നോക്കിയിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിന് വേണ്ടി ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കാം. ഒറിഗാനോ ചേർക്കുന്നുണ്ട്, അതും 1/2 ടീസ്പൂണാണ്. ഇനി വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഓയിൽ, അതായത് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ്, എനിക്ക് ഉപ്പ് വേണമായിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നാരങ്ങ നീര് കുരു വരാതെ തന്നെ ചേർക്കണം കേട്ടോ, വലിയ കയ്പ്പുണ്ടാവും. പുളി നോക്കിയിട്ട് അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രോട്ടീൻ അടങ്ങിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഡിന്നറിനൊക്കെ ഇത് മതി, വിശപ്പും മാറും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബായ്.